റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 416. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മദ്യപത്ത് നമുക്കറിയാം ഔസത്തുഹ മഗ്ഫിറ എന്ന അള്ളാൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മദ്യപത്ത് അത് മഗ്ഫിറത്തിൻ്റെ പത്താണ്. പാപമോചനത്തിന് വേണ്ടി ഉടമയായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അടിമകൾക്ക് അവർ ചെയ്ത ദോഷങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു വർഷത്തിലെ റമളാനിലെ മധ്യഭാഗത്തെ 10 മാറ്റിവെച്ചിരിക്കുകയാണ്. അടിമകൾ ഉടമയോട് കൈകൾ ഉയർത്തിയിട്ട് തൗബ ചെയ്ത് പശ്ചാത്താപത്തിൻ്റെ മനസ്സുമായിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ളൊരു 10 മഗ്ഫിറത്തിൻ്റെ 10. ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്താപ മനസ്സുമായി മടങ്ങാൻ ഈ ഒരു സംസാരവും കേൾവിയും കാരണമാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരാൾ അയാളുടെ ജീവിതത്തിൽ മനുഷ്യനാണ്, മനുഷ്യന് ധാരാളം ചാബല്യങ്ങൾ ഉണ്ടാകും. അവൻ്റെ ദേഹച്ചക്ക് വഴിപ്പെട്ടിട്ടോ പൈശാചിക പ്രലോഭനങ്ങളിൽപ്പെട്ടിട്ടോ തെറ്റിലകപ്പെടാനുള്ള കാരണങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ അവൻ അള്ളാഹുവിനെ ഓർമ്മ വരേണ്ടുന്ന, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ പശ്ചാത്താപ മനസ്സുമായി ഖേദിച്ച് മടങ്ങിയാൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല. അള്ളാഹുവിനെ ഓർത്ത് ഖേദിച്ച് മടങ്ങിയവൻ, തെറ്റിനെ തൊട്ട് ഖേദമുണ്ടായിട്ട് അതിൽ പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങിയ ആളുണ്ടല്ലോ, കമല്ലാ ദംബല, അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനേക്കാൾ അള്ളാഹു നമ്മെ ചേർത്ത് പിടിക്കുന്നതായിട്ടുള്ളൊരു ഹദീസ് അള്ളാഹു റസൂല് പറഞ്ഞിട്ടുണ്ട്. തൗബയെ പറ്റി, ഖേദിച്ചു മടങ്ങുന്നതിനെ പറ്റി. അത്തായിബു, തൗബ ചെയ്ത് മടങ്ങിയ ആളുണ്ടല്ലോ, പശ്ചാത്തപിച്ച ആ മനുഷ്യൻ, ഹബീബുള്ള എന്നുള്ള വളരെ വലിയൊരു പ്രഖ്യാപനമാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നടത്തിയത്. റസൂലുള്ള പറയാണ്, തൗബ ചെയ്ത പശ്ചാത്തപിച്ച് മടങ്ങിയ ആള് ഹബീബുള്ള, അവൻ അള്ളാഹുവിൻ്റെ ഹബീബാണ് എന്ന്. ഹബീബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് ഹബീബാണ് അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നർത്ഥം കിട്ടുന്ന പദം. അറബിയിൽ ഖലീൽ എന്ന് പ്രയോഗിക്കാറുണ്ട്, സിദ്ദീഖ് എന്ന് പ്രയോഗിക്കാറുണ്ട്, ജമീൽ എന്ന് പ്രയോഗിക്കാറുണ്ട്. എന്നാൽ ഖലീൽ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. എന്നാൽ ബെസ്റ്റ് ഫ്രണ്ട് എന്ന അർത്ഥം വരുന്നതാണ് ഹബീബ്. ആ ഹബീബുള്ളയായി മാറാൻ തെറ്റ് ചെയ്ത ആൾ ഖേദിച്ച് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചിട്ട് കണ്ണ് നിറഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു അവൻ്റെ ഹബീബായിട്ട് ഈ മനുഷ്യനെ എണ്ണുമെന്നുള്ള ഉദാത്തമായ ചിന്തയാണ് അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കുവെക്കുന്നത്. ഇത് തെറ്റ് ചെയ്യാനുള്ളൊരു ലൈസൻസ് അല്ല, നേരെ മറിച്ച് തെറ്റ് ചെയ്താൽ ഖേദിക്കേണ്ട,
തെറ്റ് ചെയ്താൽ പ്രയാസപ്പെടേണ്ട, തെറ്റ് ചെയ്താൽ അവൻ കാലാകാലം നരകത്തിൽ പോകുമെന്നുള്ള ഭീതി വേണ്ട. അവന് വേണ്ടത് എന്നെ ഇനി അള്ളാഹു ഏറ്റെടുക്കൂല എന്നുള്ളൊരു ചിന്തയല്ല, നേരം മറിച്ച് അള്ളാഹു 2 കരങ്ങളും നീട്ടിയിട്ട് അവൻ്റെ ഹബീബായിട്ട് തൗബ ചെയ്താൽ ഏറ്റെടുക്കുമെന്നുള്ള ആ ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്കാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തെറ്റ് ചെയ്ത് തെറ്റുകൂമ്പാരങ്ങളിൽ ജീവിച്ചിരുന്ന എത്രയോ ആളുകൾ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ വലിയ വലിയ ഔലിയാക്കളും അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുമായി മാറിയത് ചരിത്രത്തിൻ്റെ രചനരേഖകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. ഞാനൊരു മഹാനെ ഓർത്തു പോവുകയാണ്. അശ്ശൈഖ് ഇബ്നു സബാത്തിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എന്നായിപ്പോയൊരു മഹാൻ. അവരിന്ന് അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഖസസ് സ്വാലിഹീൻ എന്ന് പറയുന്ന കിതാബിൽ അവരെക്കുറിച്ചൊരു അധ്യായം തന്നെ മുത്തഅല്ലിമീങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആരായിരുന്നു അവർ? ബഗ്ദാദിനെ വിറപ്പിച്ചൊരു കാട്ടുകള്ളനായിരുന്നു. ബഗ്ദാദിൽ കുഞ്ഞുമക്കൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ, മാതാപിതാക്കളൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി, ഭയചകിതരാക്കാൻ വേണ്ടി, കുട്ടികൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന പേരാണ് ഇബ്നു സബാത്ത്. മോനെ, ഇബ്നു സബാത്ത് വരൂട്ടാ, വേഗം ഭക്ഷണം കഴിച്ചോ. ഉറങ്ങുന്ന സമയത്ത് കുട്ടികൾ കരഞ്ഞിട്ടോ മറ്റോ ഷാഢ്യം പിടിച്ചാൽ അവരെ ഉറക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന പേരായിരുന്നു ഇബ്നു സബാത്ത്. മോനെ, ഇബ്നു സബാത്ത് വരും, ഉറങ്ങിക്കോ മോനെ. ഇങ്ങനെ ബഗ്ദാദിനെ വിറപ്പിച്ച കാട്ടുകള്ളന്റെ പേരാണ് ഇബ്നു സബാത്ത്. ആ ഇബ്നു സബാത്ത് കൊല കൂടി ചെയ്തു. ഒരാളെ വധിച്ചതിന് ശേഷം പോലീസുകാർ അയാളെ കൊണ്ടുപോയിട്ട് ജയിലിൽ കൊണ്ടുപോയി ഇടുകയാണ്. ജയിലിൽ അയാൾക്ക് കഠിന തടവാണ് വിധിച്ചത്. 10 വർഷത്തെ തടവ്. കേവലം തടവല്ല, കഠിനമായ തടവ്. വേണ്ട രൂപത്തിൽ ഭക്ഷണമൊന്നും കൊടുക്കാതെ, ആവശ്യ സമയത്ത് സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെയുള്ള തടവായിരുന്നു. 10 വർഷം കൊണ്ട് ആരോഗ്യ ദൃഢഗാത്തനായിരുന്ന, കണ്ടാൽ ആരും ഭയചകിതരായി പോയിരുന്ന, ഭയപ്പാടോടുകൂടി മാത്രം ബഗ്ദാദിലെ ആളുകൾ കണ്ടിരുന്ന ആ മനുഷ്യൻ മെലിഞ്ഞൊട്ടിപ്പോവുകയാണ്. ശരീരമല്ലാതെ ശോഷിച്ചു, കണ്ണൊക്കെ കുഴിഞ്ഞുപോയി. ആ ഒരു സന്ദർഭത്തിൽ 10 വർഷത്തിന് ശേഷം അയാളുടെ ജീവപര്യന്തം അവസാനിച്ചുകൊണ്ട് അയാൾ ബഗ്ദാദിലെ ജയിലിൽ നിന്ന് മോചിതനാവുകയാണ്. അന്ന് തന്നെ ബഗ്ദാദിലെ ബസാറിലും അങ്ങാടിയിലൊക്കെ വലിയ ചർച്ചയാണ്. ഇന്ന് ഇബ്നു സബാത്ത് പുറത്തിറങ്ങുന്ന ദിവസമാണ്. പല ആളുകളും ഭയപ്പാടോടുകൂടിയിട്ടാണ് ആ ദിവസത്തെ കണ്ടത്. അങ്ങനെ ഇബ്നു സബാത്ത് മോചിതനായി, ജയിൽ മോചിതനായിട്ട് ബഗ്ദാദിന്റെ തെരുവീതികളിലേക്ക് ഇറങ്ങിയ ഇബ്നു സബാത്തിനെ കണ്ടപ്പോൾ ആളുകൾ മാറിപ്പോവാൻ തുടങ്ങി. ആരും വിശേഷം അന്വേഷിക്കാൻ വന്നില്ല, കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നില്ല. പല ആളുകളും ഭയചകിതരായിട്ട് ഓടി മറഞ്ഞു. കുട്ടികളൊക്കെ വീടുകളിൽ കയറി ഭദ്രമായിരുന്നു. ഇബ്നു സബാത്തിന് വല്ലാത്ത നിരാശ തോന്നി. ഒരാൾ പോലും എന്നോടൊന്നും സംസാരിക്കാനില്ലല്ലോ എന്നുള്ള ചിന്തയാണ് ഇബ്നു സബാത്തിന് വന്നത്. അന്ന് രാത്രി സായാഹ്നം സന്ധ്യക്ക് വഴിമാറി ആ സായന്തരത്തിന്റെ ധന്യതയുടെ സമയത്ത് എല്ലാവരും മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവാണ്. ഇബ്നു സബാത്തിന് ആരും മൈൻഡ് ചെയ്യണില്ല. മഗ്രിബ് കഴിഞ്ഞു, ഇശാ കഴിഞ്ഞു, അതേ രാവേറെ പിന്നിട്ടു. രാത്രിയുടെ നിശയുടെ നിശബ്ദതയിൽ ഇബ്നു സബാത്ത് ചിന്തിച്ചു, ഞാൻ പട്ടിണിയാണല്ലോ, എനിക്ക് ഭക്ഷണം കഴിക്കാനില്ലല്ലോ. ഞാൻ എൻ്റെ പഴയ തൊഴിലിലേക്ക് മടങ്ങിയാലല്ലാതെ എനിക്കിനി ഭക്ഷണം കിട്ടൂല എന്ന് ഉറപ്പിച്ചിട്ട് ഇബ്നു സബാത്ത്, കാട്ടുകള്ളനായിരുന്ന ഇബ്നു സബാത്ത് വീണ്ടും മോഷ്ടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. കിതാബുകളിൽ കാണാൻ കഴിയും ഇബ്നു സബാത്തിന്റെ മോഷണ രീതിയെ പറ്റിയിട്ടൊക്കെ. ഒരു ഉടുമ്പിനെ കൂടെ കൊണ്ട് നടന്നിട്ട് ഉടുമ്പിനെ ഓടിന്റെ പുറത്തേക്ക് എറിഞ്ഞിട്ട്, അല്ലെങ്കിൽ വീടിന്റെ പുറത്തേക്ക് എറിഞ്ഞിട്ട് അതിൽ കയറ് കെട്ടിയിട്ടൊക്കെയാണ് ഇബ്നു സബാത്ത് കയറിയിരുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അങ്ങനെ ഇബ്നു സബാത്ത് വീണ്ടും മോഷ്ടിക്കാൻ ഒരുങ്ങി. ഒരു വീട് ലക്ഷ്യമാക്കി പോയി. ആ വീടിനോട് ചേർന്ന ഒരു വലിയൊരു ഒരു ഫാക്ടറി കണ്ടു. അവിടെ കമ്പിളി നിർമ്മാണശാലയായിരുന്നു. ഒരു വീടിനോട് ചേർന്ന ഒരു പരമ്പരാഗത കുടിൽ വ്യവസായം നടത്തുന്ന ഒരു ശാല. അവിടെ ഒരുപാട് കമ്പിളിപ്പതപ്പുകൾ കണ്ടു. അതൊക്കെ ഒരു ചാക്കിലേക്ക് ഇങ്ങനെ കോരിയിടുന്ന സമയത്ത് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. അലകും പിടിയും ഒച്ചപ്പെടുകയാണ്. തിരിഞ്ഞു നോക്കിയ ഇബ്നു സബാത്ത് കണ്ടത് ഒരു മനുഷ്യനെയാണ്. ആജാനുബാഹുവായ തടിച്ചു ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞു, ഇബ്നു സബാത്ത്,
നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പൊ ഇബ്നു സബാത്ത് ഞെട്ടിത്തെരിച്ചു പോയി. ഇബ്നു സബാത്ത് നോക്കുമ്പോൾ അയാൾ പറഞ്ഞു, അസ്സലാമു അലൈക്കും, സലാം പറയുകയാണ് ഒരു കള്ളനോട്. അപ്പൊ ഇബ്നു സബാത്ത് സലാം മടക്കി. നിങ്ങൾ വല്ലാതെ മെലിഞ്ഞു പോയല്ലോ ഇബ്നു സബാത്ത്, ശരീരം വല്ലാതെ ശോഷിച്ചു പോയല്ലോ, നിങ്ങൾ എന്തേ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ലേ? ഇബ്നു സബാത്ത് പറഞ്ഞു, ഞാൻ കഠിന തടവിലായിരുന്നല്ലോ, എനിക്ക് ഭക്ഷണം ഉണ്ടായിരുന്നില്ല അവിടെ ശരിക്ക്. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കൂ, ഞാൻ അല്പം ഭക്ഷണവുമായി തിരിച്ചു വരാം. അയാൾ പോയി പെട്ടെന്ന് വാതിലടച്ചു. അപ്പൊ ഇബ്നു സബാത്തിന് മനസ്സിലായി ഞാൻ ലോക്ക്ഡായി എന്ന് മനസ്സിലായിട്ട് ഇബ്നു സബാത്ത് അവിടെ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട്, ക്ഷീണമുണ്ട്, ഇത്രയും നാൾ ജയിലിലായിരുന്നു, അയാൾ ചാരിക്കിടന്നോ മയങ്ങിപ്പോയി. ആ സമയത്ത് വീണ്ടും വാതിലൊച്ചപ്പെട്ടു. നോക്കുമ്പോൾ ആ നേരത്തെ വന്ന അതേ മനുഷ്യനാണ്. ആജാനുബാഹുവായ മനുഷ്യൻ ഒരു പാത്രം നിറയെ പാലുണ്ട്. ആ പാൽപാത്രം ഇബ്നു സബാത്തിന് നീട്ടുകയാണ്. ഇബ്നു സബാത്ത് ആ പാല് കണ്ട ഉടനെ ആർത്തിയോടെ വലിച്ചു കുടിക്കുകയാണ്. സന്തോഷപൂർവ്വം കുടിച്ചു. അപ്പൊ വന്നയാൾ പറഞ്ഞു, ഇബ്നു സബാത്ത്, നമുക്ക് 2 ചാക്കാക്കാന്ന് പറഞ്ഞു, ഈ കമ്പിളിപ്പുറപ്പ് മുഴുവൻ 2 ചാക്കിലാക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു സബാത്തിന് മനസ്സിലായി ഇത് കള്ളന് കഞ്ഞി വെക്കാൻ വേണ്ടി വന്ന ആളാണെന്ന് മനസ്സിലായി. അങ്ങനെ തിരിച്ചു പോവാൻ അവരെ ഒന്നാകെ 2 ചാക്കാക്കിയിട്ട് ഒരു ഭാണ്ഡം ഇബ്നു സബാത്തും മറ്റേ ഭാണ്ഡം ആ മനുഷ്യനും തോളിലേറ്റുകയാണ്. തിരിച്ച് രാത്രിയിൽ നിശയുടെ നിശബ്ദതയിൽ ബഗ്ദാദ് ഉറങ്ങുന്ന സമയത്ത് ഇനി വിനാഴികകൾ മാത്രമാണ് സുബൈ വാങ്ങു കൊടുക്കാനുള്ളത്. ആ അന്ധകാര നിബിഡമായ അന്തരീക്ഷത്തിൽ ബഗ്ദാദിന്റെ തെരുവീതികളിലൂടെ ഇബ്നു സബാത്ത് നടക്കുകയാണ്. പുറകിൽ ഈ മനുഷ്യനുണ്ട്. ഇബ്നു സബാത്ത് പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നടന്നോളൂ, ഞാൻ പുറകിലുണ്ടാകും. ഇബ്നു സബാത്തിന്റെ ചിന്ത എന്താണ്? ഇയാൾ തന്നെ വധിച്ചു കളഞ്ഞിട്ട് 2 ചാക്കുമായിട്ട് മുങ്ങുമോ എന്നുള്ള പേടിയാണ്. അങ്ങനെ അവർ നടന്ന് ഇബ്നു സബാത്തിന്റെ പഴയ ഒരു ചെറ്റക്കൂരയുണ്ട്, അവിടെ എത്തി. ബഗ്ദാദിന്റെ ഒരു പ്രാന്ത പ്രദേശത്താണ് ഇബ്നു സബാത്തിന്റെ ചെറ്റക്കൂര. ആ ചെറ്റക്കൂരയിൽ ഈ 2 ചാക്കും ഇറക്കി വെക്കുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ഇബ്നു സബാത്ത് അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വിഹിതം വേണ്ടേ? അപ്പൊ അയാൾ പറഞ്ഞു, വേണ്ട ഇബ്നു സബാത്ത്, ഞാൻ പോവാണ്. അവിടെയും പറഞ്ഞു, അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന്. അങ്ങനെ തിരിച്ചു പോകുന്ന വേളയിൽ ഇബ്നു സബാത്ത് അയാളെ വിളിച്ചു, സഹോദര, നിങ്ങൾ പോകരുത്, ഒരു ചാക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഈ നിശയുടെ നിശബ്ദതയിൽ ആരുമില്ലാത്ത സമയത്ത് ഏകാന്തനായ എന്നെ സഹായിക്കാൻ വേണ്ടി വന്ന നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ചാക്കും വേണ്ട, നിങ്ങൾ മോഷ്ടിച്ചു കൊടുക്കുന്ന ഈ സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട, അതൊക്കെ നിങ്ങൾ എടുത്തോളൂ. നിങ്ങൾ ഇന്നലെ മോഷ്ടിക്കാൻ വേണ്ടി കയറിയ ആ വീടുണ്ടല്ലോ ഇബ്നു സബാത്ത്, ആ വീടിന്റെ ഹൗസ് ഓണറാണ്, വീട്ടുടമസ്ഥനാണ്. അപ്പൊ ഇബ്നു സബാത്ത് ഞെട്ടിത്തെരിച്ചു പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നാൽ നിങ്ങൾ എൻ്റെ അതിഥിയാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അക്രിമുൽ ലൈഫ, ആരെങ്കിലും അന്ത്യനാൾ കൊണ്ട് അള്ളാഹുവിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനവൻ്റെ അതിഥിയെ ബഹുമാനിക്കട്ടെ എന്ന് പഠിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ബഹുമാനിച്ച് ഇത് മുഴുവനും നിങ്ങൾക്ക് ഹദിയയായി ഗിഫ്റ്റായി തന്നിരിക്കുന്നു ഇബ്നു സബാത്ത് എന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും സലാം പറയാണ്, അസ്സലാമു അലൈക്കും ഇബ്നു സബാത്ത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു, ഇബ്നു സബാത്തെ ഇത്തഖില്ല, നീ അള്ളാനെ ഭയപ്പെട്ടോ ഇബ്നു സബാത്ത് എന്ന്. അത് വലിയ ഘോരമായ ശബ്ദത്തിലൊന്നുമല്ല പറഞ്ഞത്, വളരെ ചെറിയൊരു ശബ്ദത്തോടു കൂടി, ഇബ്നു സബാത്ത് ഇത്തഖില്ല, നീ അള്ളാനെ ഭയപ്പെട്ടോ ഇബ്നു സബാത്ത്. ഇബ്നു സബാത്ത് നല്ല തണുപ്പുള്ള ആ ഒരു പ്രഭാതത്തോട് അടുത്ത സമയത്ത്, സുബഹിയോടടുത്ത സമയമാണ്. ആ സമയത്തും വിയർക്കാൻ തുടങ്ങി ഇബ്നു സബാത്ത്. എന്നിട്ട് വിറക്കുന്ന ചുണ്ടോട് കൂടിയിട്ട് സലാം മടക്കി. മനപരിവർത്തനം ഉണ്ടാവുകയാണ് ആ വാക്കുകൊണ്ട്, ഇത്തഖില്ല, നീ അള്ളാഹുവിനെ ഭയപ്പെട്ടോ. ഇബ്നു സബാത്ത് നേരെ ബഗ്ദാദിലെ പള്ളിയിലേക്ക് ഓടുകയാണ്. അവിടെ പോയി 1ാമത്തെ സഫിൽ ഇരുന്നിട്ട് തേങ്ങി കരയാൻ തുടങ്ങി ഇബ്നു സബാത്ത്. അന്ന് സുബഹിക്ക് ബാങ്ക് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഇങ്ങനെ ബഗ്ദാദിന്റെ പള്ളിയിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് എല്ലാവരും നോക്കുമ്പോൾ അപരിചിതനായ ഒരു മനുഷ്യൻ 1ാമത്തെ സഫിൽ ഇരുന്നിട്ട് തേങ്ങി കരയുകയാണ്, അല്ലാഹ് അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട്. എല്ലാവരും വന്ന് നോക്കുമ്പോൾ അത് ഇബ്നു സബാത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് ഇബ്നു സബാത്തിനെ ഉപദേശിക്കുകയാണ്. ഇബ്നു സബാത്തിന് നന്നാവാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മാറ്റമുണ്ടായി. ഇന്ന് ലോകമറിയപ്പെടുന്ന
മുതഅല്ലിമീങ്ങൾ കിതാബിൽ പഠിക്കുന്ന അശ്ശൈഖ് ഇബ്നു സബാത്തുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എന്ന് തർലിയത്ത് ചെയ്യപ്പെടുന്ന, തർലിയത്ത് അവരുടെ പേര് കേട്ടാൽ ചൊല്ലുന്ന ആ ഒരു ദർജയിലേക്ക്, ആ ഒരു പദവിയിലേക്ക് അവർ മാറി. എന്തേ കാരണം? അവരവർ ചെയ്ത തെറ്റിൽ മനംതൊന്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളൊരു മാസമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത്. ഈ ഒരു സുവർണാവസരം നമ്മൾ മുതലാക്കിക്കൊണ്ട് ഈ മഗ്ഫിറത്തിൻ്റെ പത്തിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്ത് അള്ളാഹിൻ്റെ ഹബീബായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.